Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. I'm sure that this video will help you to learn English. മാസ്ക്ഡ് മാസ്ക്ഡ് എന്നാൽ മുഖം മറച്ച, വ്യാജവേഷം ധരിച്ച, ഇതൊക്കെയാണ് അർത്ഥം. മെൻ എന്നാൽ പുരുഷന്മാർ. മാസ്ക്ഡ് മെൻ, മുഖം മറച്ച പുരുഷന്മാർ. ഫയർ അറ്റ് ദ ബാങ്ക് ഗാർഡ്. ഫയർ എന്നാൽ ഇവിടെ അർത്ഥം വെടിവയ്ക്കുക എന്നാണ് അർത്ഥം. പത്രങ്ങൾ സാധാരണയായിട്ട് തലക്കെട്ടുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. അപ്പോൾ ഇവിടെ ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ഇത് ഫയേർഡ് എന്ന് വായിക്കണം. മാസ്ക് ധരിച്ച, മുഖം മറച്ച പുരുഷന്മാർ ഫയേർഡ്, വെടിവയ്ച്ചു. അറ്റ് ബാങ്ക് ഗാർഡ്. ബാങ്ക് ഗാർഡ് എന്നാൽ പാറാവുകാരൻ, ബാങ്ക് സംരക്ഷിക്കാൻ നിർത്തിയിട്ടുള്ള ആൾ. അദ്ദേഹത്തിന് നേർക്ക് മുഖം മറച്ച പുരുഷന്മാർ ഫയേർഡ്, നിറ ഒഴിച്ചു. ഡെക്കാമ്പ്. ഡെക്കാമ്പ് എന്നാൽ ഇവിടെ അർത്ഥം പെട്ടെന്ന് കടന്നു കളയുക എന്നാണ് അർത്ഥം. ഡെക്കാംപ്ഡ്, കടന്നു കളയുന്നു. വിത്ത് ₹38 lakh ഇൻ കുണ്ഡലി. കുണ്ഡലി എന്നു പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. മുഖം മറച്ച പുരുഷന്മാർ ബാങ്കിലെ ഗാർഡിന് നേർക്ക് നിറ ഒഴിച്ചു. എന്നിട്ട് അവർ 38 ലക്ഷത്തോളം രൂപ കൊണ്ട് കടന്നു കളഞ്ഞു. സോൺപാറ്റ്, ജൂൺ 28. ജൂൺ 28-ാം തീയതിയാണ് സംഭവം. ഈ പറഞ്ഞ സ്ഥലത്താണ്. 2 മാസ്ക്ഡ് മെൻ, 2 മുഖം മറച്ച പുരുഷന്മാർ ഷോട്ട്, നിറ ഒഴിച്ചു. അറ്റ് എ സെക്യൂരിറ്റി ഗാർഡ്, ഒരു സെക്യൂരിറ്റി ഗാർഡിന് നേർക്ക്. ഓഫ് എൻ HDFC ബാങ്ക് ബ്രാഞ്ച്. HDFC ബാങ്കിൻ്റെ ഗാർഡായിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡിന് നേർക്ക് 2 മുഖം മറച്ച പുരുഷന്മാർ വെടിവയ്ച്ചു. ആൻഡ് ഡിക്കാംപ്ഡ്, കടന്നുകളഞ്ഞു. വെടിവയ്ച്ച് കടന്നുകളഞ്ഞു. വിത്ത് എ ക്യാഷ് ബോക്സ്, ഒരു പെട്ടി പണവുമായിട്ട്, ഒരു പണപ്പെട്ടിയുമായിട്ട്. കണ്ടെയ്നിങ് എന്നാൽ ഉൾക്കൊള്ളുന്ന എന്നുള്ള അർത്ഥമാണ്. ₹38 lakh, 38 ലക്ഷം രൂപ ഉൾക്കൊള്ളുന്ന പെട്ടിയുമായിട്ട്. ഡിക്കാംപ്ഡ്, കടന്നുകളഞ്ഞു. ഇൻ ബ്രോഡ് ഡേ ലൈറ്റ്. ബ്രോഡ് ഡേ ലൈറ്റ് എന്നാൽ പട്ടാപകൽ സമയം എന്നാണ് അർത്ഥം. ഇൻ ബ്രോഡ് ഡേ ലൈറ്റ്, പട്ടാപകൽ സമയത്ത്. ഇൻ കുണ്ഡലി ടുഡേ, ഇന്ന് കുണ്ഡലി എന്നു പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. പട്ടാപകൽ സമയത്താണ് ഈ സംഭവം നടന്നത്. ദ സെക്യൂരിറ്റി ഗാർഡ്, പാറാവുകാരൻ. ഹു സസ്റ്റെയിൻഡ് എ ബുള്ളറ്റ് ഇഞ്ചുറി ഇൻ ഹിസ് സ്റ്റൊമക്ക്. സസ്റ്റെയിൻഡ് എ ബുള്ളറ്റ് ഇഞ്ചുറി എന്നാൽ തോക്കിൻ്റെ വെടിയേറ്റ് ബുള്ളറ്റ് കൊണ്ട് പരിക്കേൽക്കുക. സസ്റ്റെയിൻഡ് എ ബുള്ളറ്റ് ഇഞ്ചുറി, ഇത് ഈ ബുള്ളറ്റ് ഏറ്റ് മുറിവേറ്റു. ഇൻ ഹിസ് സ്റ്റൊമക്ക്, അദ്ദേഹത്തിൻ്റെ വയറിൽ. അദ്ദേഹത്തെ, ഹു എന്നാൽ ഇവിടെ സെക്യൂരിറ്റി ഗാർഡിനെ പറ്റി പറയാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ വയറിന് പരിക്കേറ്റിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡിനെ വാസ് അഡ്മിറ്റഡ്, അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഇൻ നാരേല, ഡൽഹിയിലുള്ള ഈ നാരേല എന്നു പേരുള്ള ഈ സ്ഥലത്ത് ഉള്ള ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ക്യാഷ് ബോക്സ് വാസ് ബീങ് ടേക്കൺ ഔട്ട്സൈഡ്. പണപ്പെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു. എ ക്യാഷ്യർ. ക്യാഷ്യർ എന്നാൽ പണം സൂക്ഷിക്കുന്നവൻ. വാൻ ഡ്രൈവർ, ഈ വാഹനത്തിലെ ഡ്രൈവറും. ആൻഡ് സെക്യൂരിറ്റി ഗാർഡ്, മുൻറേഷ് വേർ, ഈ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള മുൻറേഷും വാൻ ഡ്രൈവറും അതുപോലെ പണം സൂക്ഷിപ്പുകാരനും. വേർ ബ്രിങ്ങിങ്, കൊണ്ടുവരികയായിരുന്നു. ദ ക്യാഷ് ബോക്സ്, പണമടങ്ങിയ പെട്ടി. പുറത്തേക്ക്. ഔട്ട് ഓഫ് ദ ബാങ്ക്, ബാങ്കിന് പുറത്തേക്ക്. പ്രമിസസ് എന്നാൽ പരിസരമാണ്. ബാങ്കിൻ്റെ പരിസരത്ത് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ഈ പറഞ്ഞ ആളുകൾ ചേർന്ന്. 2 യൂത്ത്സ്, 2 യുവാക്കൾ. സിറ്റിംഗ് ഓൺ എ ബൈക്ക്, ഒരു ബൈക്കിൽ ഇരിക്കുന്നു. പോയിൻ്റ് എന്നാൽ ചൂണ്ടുക. പോയിൻ്റ് എ പിസ്റ്റൾ, ഒരു തോക്ക് ചൂണ്ടി. അറ്റ് ദ ക്യാഷർ, പണം സൂക്ഷിപ്പുകാരൻ നേർക്ക് തോക്ക് ചൂണ്ടി. ദ ഗാർഡ്, പാറാവുകാരൻ. കൺഫ്രണ്ട് എന്നാൽ നേരിടുക എന്നുള്ള അർത്ഥമാണ്. എതിർക്കുക, ചെറുത്തു നിൽക്കുക.
കൺഫ്രണ്ടഡ് നേരിട്ടു എതിർത്തു നിന്നു ദം അവരെ ആ ബൈക്കിൽ ഇരിക്കുന്ന ആ പണം തട്ടിപ്പറിക്കാൻ നോക്കിയ തോക്ക് ചൂണ്ടിയിട്ടുള്ള ആളുകളെ പ്രതിരോധിച്ചു. ഫോളോവിങ് വിച്ച് അതിനെ തുടർന്ന് ആ പാറാവുകാരൻ അവരെ നേരിട്ടു, അവരെ ചെറുത്തു നിന്നു. അതിനെ തുടർന്ന് ദ അക്യൂസ്ഡ് എന്നാൽ പ്രതി, കുറ്റവാളി, ഷോട്ട് വെടിവയ്ച്ചു അറ്റ് ഹിം അദ്ദേഹത്തിന് നേർക്ക്, ആൻഡ് ഡീക്യാംഡ് വിത്ത് ദ ബോക്സ്. ഡീക്യാംഡ് എന്നാൽ പെട്ടെന്ന് കടന്നു കളയുക, പെട്ടെന്ന് കടന്നു കളഞ്ഞു, അദ്ദേഹത്തിന് നേർക്ക് വെടിവച്ചു. എന്നിട്ട് പെട്ടെന്ന് ആ പ്രതി കടന്നു കളഞ്ഞു ആ പണപ്പെട്ടിയുമായിട്ട്. എ പോലീസ് ടീം ഒരു പോലീസ് സംഘം റീച്ച്ഡ് എത്തിച്ചേർന്നു ദ സ്പോട്ട് സംഭവ സ്ഥലത്തേക്ക്, ആൻഡ് ബിഗാൻ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് ബിഗാൻ ആരംഭിച്ചു. എ പ്രോബ് എന്നാൽ അന്വേഷണം, എ പ്രോബ് ഒരു അന്വേഷണം, ഇൻ ദ മാറ്റർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട്. ഒരു പോലീസ് സംഘം ആ സംഭവ സ്ഥലത്തേക്ക് എത്തി, എന്നിട്ട് അവർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം ആരംഭിച്ചു. ദ ബാങ്ക് ബ്രാഞ്ച് ഈസ് ലൊക്കേറ്റഡ് ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഇൻ എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ബിഹൈൻഡ് എ പെട്രോൾ പമ്പ് ഒരു പെട്രോൾ പമ്പിൻ്റെ പിറകിലായിട്ടുള്ള ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലാണ് ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ബിഹൈൻഡ് എന്നാൽ പിറകിൽ, ബിഹൈൻഡ് എ പെട്രോൾ പമ്പ് ഒരു പെട്രോൾ പമ്പിൻ്റെ പിറകിൽ. ദർ ആർ സെവറൽ ബാങ്ക്സ് ഓപ്പറേറ്റിംഗ് അവിടെ ഒരുപാട് ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സെവറൽ എന്നാൽ ഒരുപാട്. ഫ്രം ദ ബിൽഡിംഗ് ആ ബിൽഡിങ്ങിൽ നിന്നും ഒരുപാട് ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സോഴ്സസ് എന്നാൽ ഉറവിടം, സോഴ്സസ് ഉറവിടങ്ങൾ. ഇവിടെ ഉറവിടങ്ങൾ എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കാം, അതല്ലെങ്കിൽ ഈ സംഭവം കണ്ട ആരെങ്കിലും ആയിരിക്കാം. സോഴ്സുകൾ പറഞ്ഞു. ദ ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ് ഈ സംഭവം സംഭവിച്ചത് അറൗണ്ട് 43 PM ഏകദേശം വൈകുന്നേരം 4:30 മണി സമയത്താണ്. അറൗണ്ട് എന്നാൽ ഏകദേശം. വെൻ ആ സമയത്ത് ദ ബാങ്ക് ക്യാഷ്യർ ബാങ്കിലെ പണം സൂക്ഷിപ്പുകാരൻ, എ വാൻ ഡ്രൈവർ ഒരു വാൻ ഡ്രൈവറും, ആൻഡ് സെക്യൂരിറ്റി ഗാർഡ് മുൻറേഷ് ഓഫ് ആത്ത ഡിസ്ട്രിക്ട് ഓഫ് ഉത്തർപ്രദേശ് വേർ ബ്രിങ്ങിങ് ഔട്ട് ദ ക്യാഷ് ബോക്സ് ഫ്രം ദ ബാങ്ക് ഈ പറഞ്ഞ ആളുകൾ ആ സമയത്ത് പണമടങ്ങിയ ബോക്സ് ബാങ്കിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. വെൻ ദേ കെയിം ഔട്ട് ഓഫ് ദ ബാങ്ക് പ്രമിസസ് അവർ ബാങ്ക് പരിസരത്ത് നിന്നും പുറത്തേക്ക് വന്നപ്പോൾ, 2 മാസ്ക്ഡ് യൂത്ത് 2 മുഖം മറച്ച യുവാക്കൾ, ഹു അവർ ഈ മുഖം മറച്ചിട്ടുള്ള യുവാക്കൾ, വേർ സിറ്റിംഗ് ഇരിക്കുകയായിരുന്നു, ഓൺ എ മോട്ടോർ സൈക്കിൾ ഒരു മോട്ടോർ സൈക്കിളിൽ. അവർ പോയിൻറ്റഡ് എ പിസ്റ്റൾ ഒരു പിസ്റ്റൾ ചൂണ്ടി, ഒരു തോക്ക് ചൂണ്ടി, അറ്റ് ദ ക്യാഷ്യർ പണം സൂക്ഷിപ്പുകാരന് നേർക്ക്. അറ്റ് ദിസ് എന്നാൽ ആ സമയത്ത് ഗാർഡ് മുൻറേഷ് കൺഫ്രണ്ടഡ് ഈ ഗാർഡ് ആയിട്ടുള്ള മുൻറേഷ് എന്നു പേരുള്ള ഇദ്ദേഹം കൺഫ്രണ്ടഡ് അറ്റ് ദ മിസ്ക്രീൻസ് കൺഫ്രണ്ടഡ് പ്രതിരോധിച്ചു, എതിർത്തു. ദ മിസ്ക്രീൻസ് എന്നാൽ ദുർമാർഗികൾ. ഈ ദുർമാർഗികളായിട്ടുള്ള ആളുകളെ ഈ ഗാർഡായിട്ടുള്ള മുൻറേഷ് ആ നേരത്ത് പ്രതിരോധിച്ചു. ഫോളോവിങ് വിച്ച് അതിനെ തുടർന്ന് അതിന് പിന്നാലെ ദ അക്യൂസ്ഡ് പ്രതി ഷോട്ട് അറ്റ് ഹിം അദ്ദേഹത്തിന് നേർക്ക് വെടിവച്ചു. ഡിസ്പൈറ്റ് ബീയിങ് ഹിറ്റ് ആക്രമിക്കപ്പെട്ടിട്ടും, ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ടും എന്നുള്ള അർത്ഥമാണ്. ഡിസ്പൈറ്റ് ബീയിങ് ഹിറ്റ് ആക്രമിക്കപ്പെട്ടിട്ടും, ഹിറ്റ് എന്നാൽ ആക്രമിക്കുക, അടിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പ്രഹരിക്കുക. ദ ഗാർഡ് ഓപ്പൺഡ് ഫയർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പാറാവുകാരൻ, ഓപ്പൺഡ് ഫയർ എന്നാലും വെടിവയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. അറ്റ് ദ മിസ്ക്രീൻസ് ആ ദുർമാർഗികൾക്ക് നേരെ, ആൻഡ് ചേസ് ദം എന്നിട്ട് അവരെ വെടിവച്ച് അവരെ പിന്നാലെ കൂടി എന്നുള്ള അർത്ഥമാണ്. പിറകെ കൂടി. ബിഫോർ ഹി ഫെൽ ടു ദ ഗ്രൗണ്ട് ബിഫോർ എന്നാൽ മുമ്പായിട്ട്, ഫെൽ എന്നാൽ വീഴുക, ഹി ഫെൽ ടു ദ ഗ്രൗണ്ട് ബിഫോർ ഹി ഫെൽ ടു ദ ഗ്രൗണ്ട് അദ്ദേഹം തറയിലേക്ക് വീഴുന്നതിന് മുമ്പായിട്ട്. അദ്ദേഹം ആക്രമിക്കപ്പെട്ടു, എന്നിട്ടും അദ്ദേഹം ആ ദുർമാർഗികൾക്ക് നേരെ, മിസ്ക്രീൻസിന് നേരെ വെടിവച്ചു. അദ്ദേഹം തറയിൽ വീഴുന്നതിന് മുമ്പായിട്ട് എന്താണ് അദ്ദേഹം അവരെ പിന്തുടരുകയും ചെയ്തു. ദ ക്യാഷ്യർ പണം സൂക്ഷിപ്പുകാരൻ, ഷോക്ക്ഡ് ഞെട്ടിത്തരിച്ചു. ഇവിടെ അർത്ഥം വിറയ്ക്കുക, ഭയം കൊണ്ട് വിറയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഷോക്ക്ഡ് ആൻഡ് ഇൻ പാനിക് അദ്ദേഹം ഭയപ്പെട്ടു, അദ്ദേഹം ഞെട്ടിത്തരിച്ച്
ഭയപ്പെട്ടു. ഡ്രോപ്ഡ് ദ ക്യാഷ്. ഡ്രോപ്പ് എന്നാൽ അർത്ഥം ഉപേക്ഷിക്കുക, വീഴ്ത്തുക, ഇതൊക്കെയാണ് അർത്ഥം. ഡ്രോപ്ഡ് ദ ക്യാഷ്, അദ്ദേഹം പണം, ആ പണപ്പെട്ടി ഉപേക്ഷിച്ചു അല്ലെങ്കിൽ താഴെ ഇട്ടു, ഇതൊക്കെയാണ് അർത്ഥം. വിച്ച് എന്നാൽ ഇവിടെ ആ പണപ്പെട്ടി എന്നുള്ള അർത്ഥം. ആ പണപ്പെട്ടി വിച്ച് അത് വാസ് ഇമീഡിയറ്റ്ലി ടേക്കൺ അവേ ബൈ ദ റോബേഴ്സ്. ഇമീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന്, ടേക്കൺ അവേ എന്നാൽ കൊണ്ടുപോയി എന്നുള്ള അർത്ഥമാണ്. റോബേഴ്സ് എന്നാൽ കവർച്ചക്കാർ. പണം സൂക്ഷിപ്പുകാരൻ ആ പെട്ടി ഉപേക്ഷിച്ചു, ആ പണപ്പെട്ടി ആ കവർച്ചക്കാർ പെട്ടെന്ന് കൊണ്ടുപോയി. ഓൺ ഗെറ്റിംഗ് ദ ഇൻഫർമേഷൻ, വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ ദേവേന്ദ്ര സിംഗ്, SHO കുണ്ഡ്ലി, ACP റായ്, മുകേഷ് ജക്കാർ ആൻഡ് DCP ഹെഡ്ക്വാർട്ടേഴ്സ്, മൻബീർ, ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ അലോങ് വിത്ത് ദ പോലീസ് ടീം റീച്ച്ഡ് ദ സ്പോട്ട്. അലോങ് എന്നാൽ കൂടെ എന്നുള്ള അർത്ഥമാണ്. അലോങ് വിത്ത് ദ പോലീസ് ടീം, പോലീസ് ടീമുമായിട്ട്, പോലീസ് ടീമിൻ്റെ കൂടെ മുമ്പ് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥർ റീച്ച്ഡ് ദ സ്പോട്ട്, സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. സ്പോട്ട് എന്നാൽ സംഭവസ്ഥലം. ഇൻസ്പെക്ടർ ദേവേന്ദർ സെഡ് പറഞ്ഞു, ദ ക്യാഷ് ബോക്സ് കണ്ടെയ്ൻ ₹38 lakh. ആ പണപ്പെട്ടി 38 ലക്ഷം രൂപ അടങ്ങിയ പെട്ടിയാണ്. അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദ ഇഞ്ചേർഡ് ഗാർഡ്, പരിക്കേറ്റ പാറാവുകാരൻ, വാസ് ഇൻ എ സ്റ്റേബിൾ കണ്ടീഷൻ. സ്റ്റേബിൾ കണ്ടീഷൻ എന്നാൽ ആ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള അർത്ഥം. അതായത് കൂടുതൽ അത് വഷളാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ സ്റ്റേബിളാണ്. ACP മുകേഷ് ജഗ്ഗാർ സെഡ്, അദ്ദേഹം പറഞ്ഞു, പോലീസ് ടീംസ് ആർ എക്സാമിനിങ്, പോലീസ് സംഘം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലീസ് സംഘം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻ ദ ഫൂട്ടേജ് ഫ്രം CCTV ക്യാമറാസ്, CCTV ദൃശ്യങ്ങൾ, ഇൻ ദ ഏരിയ, ആ പ്രദേശത്തുള്ള CCTVകളിൽ ഉള്ള വീഡിയോകൾ, ഫൂട്ടേജുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ടു ഗെറ്റ് ലീഡ്സ് ഇൻ ദ കേസ്, ഈ കേസിലെ തുമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ കേസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട്, പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ടീം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്.